അവസരങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന അവകാശങ്ങൾ മറ്റുള്ളവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെട്ടവരാകാം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം ഇതിൻ്റെ 3-ാം അധ്യായം 14-ാം വാക്യം വായിക്കുന്നു. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിക്കും. പ്രിയമുള്ളവരെ, നാം നമ്മുടെ നിത്യജീവിതത്തിൽ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ പല വ്യക്തി ജീവിതങ്ങളുമായിട്ട് നമ്മൾ നമ്മുടെ കൊടുക്കൽ വാങ്ങലിലോ അങ്ങനെ പല വിഷയങ്ങളിന്മേൽ നാം ഇടപെടാറുണ്ട്. പലപ്പോഴും നാം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, നീതിക്ക് നിരക്കാത്ത അല്ലെങ്കിൽ ന്യായരഹിതമായി പല കാര്യങ്ങളും സാധിച്ചെടുക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ടോ അങ്ങനെ ന്യായരഹിതമായി അല്ലെങ്കിൽ നീതിക്ക് നിരക്കാത്ത കാര്യങ്ങളിലൂടെ അവർ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ മറുവശം നാം ചിന്തിക്കുമ്പോൾ അങ്ങനെ നീതി ലഭിക്കേണ്ടിയിരുന്നവർ അല്ലെങ്കിൽ അവകാശം അവർക്ക് ലഭിക്കേണ്ടിയിരുന്നവർ അവരെ തള്ളി മാറ്റിക്കൊണ്ടാണ് ഇവർ അന്യായമായ രീതിയിൽ അത് നേടിയെടുക്കുന്നത്, ആ കാര്യം സാധിച്ചെടുക്കുന്നത്. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും, അതായത് മനസ്സാക്ഷി മരവിക്കാത്തവർ എന്നൊക്കെ നാം പറയും, അതായത് അങ്ങനെ മനസ്സാക്ഷിയുള്ളവർക്ക് വളരെ വേദന തോന്നാറുണ്ട്. അയ്യോ, അദ്ദേഹത്തിന് ആ ന്യായം ലഭിച്ചില്ലല്ലോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം നാം ഇന്ന് വായിച്ച വാക്യം പോലെ, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അങ്ങനെ നമുക്ക് പല വ്യക്തി ജീവിതങ്ങളെ, നീതി നിഷേധിക്കപ്പെട്ട അനേകരെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ തന്നെ കാണുവാൻ കഴിയും. അങ്ങനെ നീതി അവർക്ക് നിഷേധിക്കപ്പെട്ടതുകൊണ്ട് അവരുടെ ജീവിതം വളരെ കഷ്ടത്തിലൂടെ, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന വലിയൊരു പൊസിഷൻ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന നന്മ അവർക്ക് നഷ്ടമായി പോയതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പലരും അങ്ങനെയുള്ളവരായിരിക്കാം. അങ്ങനെ അവസരങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന അവകാശങ്ങൾ മറ്റുള്ളവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെട്ടവരാകാം. പക്ഷേ അവിടെ പ്രതികരിച്ചാൽ അവിടുത്തെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ ആത്മീയ ജീവിതത്തിന് കോട്ടം സംഭവിക്കും, അങ്ങനെ ഒരു വഴക്കായിട്ടത് മാറും എന്ന് ചിന്തിച്ചുകൊണ്ട് മിണ്ടാതിരുന്ന് അവരുടെ മനസ്സിൽ വളരെ പ്രയാസം കൊണ്ട് മുന്നോട്ട് പോകുന്ന അനേകരെന്നെ കേൾക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ളവരോട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇന്ന് പകൽക്കാലം, ഇന്ന് ഈ രാവിലെ സമയം ദൈവവചനം ഓർപ്പിക്കുകയാണ്, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അങ്ങനെയുള്ള നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അത് പറയാൻ കാരണം എന്താണ്? കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ കുറേ ഭാഗ്യവാന്മാരെ പറ്റി പറയുന്നുണ്ട്. അതിൽ നമുക്ക് കാണുവാൻ കഴിയും, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അങ്ങനെ വന്നിട്ട് അതിൻ്റെ 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണുന്നു, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. അപ്പോൾ തന്നെ അതിൻ്റെ 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളിൽ പലർക്കും അങ്ങനെ നീതി നിഷേധിക്കപ്പെട്ടവരാകാം. നിങ്ങൾ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. കാരണം നമ്മുടെയും അവരുടെയും ന്യായാധിപൻ സ്വർഗത്തിലുണ്ട്. ദൈവം തക്ക സമയമാകുമ്പോൾ നമുക്ക് വേണ്ടി തൻ്റെ നീതിയുടെ കരം വെളിപ്പെടുത്തും. അതാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് നീതി നിമിത്തം എന്തെങ്കിലും ഭാരമോ ഉപദ്രവമോ നേരിട്ടാൽ നാം അവിടെ തിരിച്ച് പ്രതികരിക്കാൻ പോകരുത്. ആ പ്രതികരിക്കേണ്ട ദൈവത്തിൽ നാം കാര്യങ്ങളെ ഭരമേൽപ്പിക്കുക. എന്നാണ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ പറയുന്നു, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നാം നമ്മുടെ ജീവിതത്തിൽ തിന്മയായത് നമ്മൾ ഭവിക്കുമ്പോൾ അതിനെ തിന്മ കൊണ്ട് നേരിട്ട് നമ്മുടെ ആത്മീയ ജീവിതം നഷ്ടമാക്കി കളയാതെ ദൈവത്തിൽ കാര്യങ്ങളെ ഭരമേൽപ്പിച്ച് സകലവും നീതിയോടെ ന്യായത്തോടെ വിധിക്കുന്ന ഒരു സ്വർഗീയ പിതാവ്, അതായത് നാം ഇന്ന് വായിച്ച അധ്യായത്തിൽ തന്നെ 3-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ കർത്താവ് നമുക്ക് നല്ലൊരു മാതൃക കാണിച്ചിരിക്കുകയാണ്. അതായത് ഈ ലോകത്തെ ജയിച്ച, പാപത്തെ ജയിച്ച, ശാപത്തെ ജയിച്ച ഒരു ദൈവം
നമുക്ക് മാതൃകയായി ഉള്ളപ്പോൾ നാം ആ ദൈവത്തിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ആ പിതാവിൻ്റെ വലതുഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവം തക്ക സമയത്ത് നീതിയായി നമുക്ക് വേണ്ടി വിധിക്കും. അതുകൊണ്ട് ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. നാം വിശ്വാസത്തോടെ നമ്മുടെ കാൽച്ചുവടുകളെ നീതിയോടെ, ന്യായത്തോടെ, സത്യത്തിന് വേണ്ടി മുന്നോട്ട് വെക്കുക. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.